Hi friends, once again welcome back to Happy Life TV. മാതാപിതാക്കളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു തെറ്റാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരു ലോറിയും ഒരു കാറും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തൊരു എന്തോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാർ പൊതുവെ ചെറിയ വാഹനം എന്ന നിലയ്ക്ക് കാറുകാരുടെ ഭാഗത്താണ് നിൽക്കുക. എന്നാൽ ഒരു കാറും ഒരു ബൈക്കും കൂടി ഇടിച്ച് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാർ ബൈക്കിൻ്റെ കൂടെയാണ് നിൽക്കുക. ഒരു ബൈക്ക് ഒരു മനുഷ്യനെ ഇടിച്ച് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭാഗത്താണ് പൊതുവെ ജനങ്ങൾ നിൽക്കുക. അതായത് ചെറിയതിൻ്റെ കൂടെ നിൽക്കുവാനുള്ള ഒരു പ്രവണത ആ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർക്കുണ്ട്. ഇതേ പ്രവണത പലപ്പോഴും മക്കളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ കാണിക്കാറുണ്ട്. അതായത് മക്കൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും എപ്പോഴും ചെറിയവനെ സംരക്ഷിച്ചുകൊണ്ട് എപ്പോഴും അവൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു നിലപാട്, വലിയവന്മാരെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ചെറിയവനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് മാതാപിതാക്കളിൽ നിന്ന് സർവ്വസമയത്തും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കുട്ടിയല്ലേ എന്നുള്ള ആ ഒരു പരിഗണനയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്ത് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിലൂടെ ചില പ്രശ്നങ്ങളുണ്ട്. 2 പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്നാമതായിട്ട്, ഈ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു തെറ്റ് ചെയ്തു. ആ തെറ്റല്ല എന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഈ ഒരു പെരുമാറ്റം കൊണ്ട് അവൻ മാറുന്നത്. ഇത് തെറ്റാണ് എന്നവന് മനസ്സിലാകുമായിരുന്നു, അത് ആ രീതിയിൽ പെരുമാറുമായിരുന്നെങ്കിൽ. അപ്പോൾ എന്ത് തെറ്റ് എവിടെയാണ്, ആരുടെ പക്ഷത്താണ് എന്ന് തിരിച്ചറിയാതെ ഇടപെടുന്ന സമയത്ത് ഇവനെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലേക്ക് ആ കൊച്ചിൻ്റെ സ്വഭാവം വഷളാകുവാൻ അത് കാരണമാകും. അവൻ ഒരു പക്ഷേ വാശിക്കാരനായി മാറുവാനും അത് കാരണമാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, മറ്റേ മകന് അല്ലെങ്കിൽ മറ്റേ മകള് അവൾക്ക് ഒരു തരം ഒരു അൺവാണ്ടഡ് ഫീലിംഗ് വരും. കണ്ടില്ലേ, ഞാനല്ല തെറ്റ് ചെയ്തത്, എന്നിട്ട് പോലും എൻ്റെ കൂടെ നിൽക്കാതെ അവൻ്റെ കൂടെ നിന്നത്. അവൻ വന്നതിന് ശേഷം എന്നോട് ഒരു സ്നേഹവും ഇല്ല, എന്നെ അമ്മക്ക് വേണ്ട, എന്നെ ഉമ്മക്ക് വേണ്ട എന്ന ഒരു സങ്കടകരമായ ഒരു ഫീലിങ്ങിലേക്ക് ഈ കുട്ടി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം ഗൗരവമുള്ളതാണ്. ഇനി മക്കളുമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ആരാണെങ്കിലും, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എങ്ങനെയാണെങ്കിലും, വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് പ്രശ്നം, എവിടെയാണ് തെറ്റ്, എവിടെയാണ് ശരിയെന്ന് അനലൈസ് ചെയ്ത് ശരിയും തെറ്റും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് നീയാണ് പ്രശ്നക്കാരൻ, അവളാണ് പ്രശ്നക്കാരി എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക്, പ്രശ്നം എന്ന് പറഞ്ഞ് മുദ്ര കുത്താനല്ല, അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകുവാൻ വേണ്ടി തന്നെ ആ ഒരു സംസാരത്തിലേക്ക് നമ്മൾ വരേണ്ടത് അത് മനസ്സിലായതിന് ശേഷം മാത്രമാണ്. അല്ലാതെ അത് ചെറിയ കുട്ടിയല്ല, നീ അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, നീ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ അവൻ കരയില്ല എന്നൊക്കെ അവൻ കരയുന്നതിന് മുഴുവൻ ഇവനാണ് കാരണക്കാരൻ, ഇവള് വിഷമിക്കുന്നതിന് മുഴുവൻ മറ്റവനാണ് കാരണക്കാരി എന്ന തരത്തിൽ ഇത് ഏകപക്ഷീയമായ മുദ്ര കുത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 2 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ മാതാപിതാക്കൾ മക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ, ചില കുടുംബങ്ങൾ ഇതേപോലെ തന്നെ പെൺകുട്ടികളോട് ഉപ്പാക്ക് അല്ലെങ്കിൽ അച്ഛൻ ഒരു സോഫ്റ്റ് കോർണർ, അതേപോലെ ആൺകുട്ടികളോട് അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോർണറൊക്കെ കാണാം. ഇതും ഇതേ രീതിയിൽ അപകടകരമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഇടപെടുന്ന സമയത്ത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് നോക്കി കണ്ടറിഞ്ഞ് മാത്രം ഇടപെടാൻ നമ്മൾ തീരുമാനിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുക്കുക. മക്കളെക്കിടയിൽ നീതി പുലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.